നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ തന്നെ എത്തിയതാണ് കേട്ടോ. രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. പക്ഷെ കടൽ നല്ല കൂടുതലാണ്, കണ്ടില്ലേ. ഇന്നലെ രാത്രിയിലും വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇതിലൊക്കെ തിരടിച്ച് കയറിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, കടലിൽ പുഴവെള്ളമാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഞാൻ പറയാനൊരു കാരണമുണ്ട്. അത്യാവശ്യം കുളവാഴ, അതായത് ഇതണ്ട നമ്മളെ പുഴയിലുണ്ടാവുന്ന കുളവാഴ കടിച്ച് കയറ്റിയിട്ടുണ്ട്. പുഴവെള്ളം ആയതുകൊണ്ടായിരിക്കാം ഒരൊറ്റ കരവീശിക്കാർ കാണുന്നില്ല കേട്ടോ. ഒരൊറ്റ ആൾ പോലും ഇല്ല. നമുക്കേ പോത്തുംകടവിൽ നിന്നൊന്ന് മാറ്റി പിടിക്കാം. വെളിച്ചെണ്ണപ്പടി ഭാഗത്തുനിന്ന് പോയേക്കാം. വേണ്ട, ഈ സ്ഥലം മനസ്സിലായ നമ്മളുടെ പല വീഡിയോയിലുണ്ടായിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കുറേ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടാണ് നമുക്കിവിടെ വഞ്ചി, ഇവിടുന്ന് കുറേ ഇറങ്ങി ചെന്നിട്ടാണ് നമുക്കിവിടെ വീശാനൊക്കെ പറ്റിയിരുന്നു. ഇപ്പം കംപ്ലീറ്റ് കല്ല്, ഇനി രക്ഷയില്ല. അപ്പോൾ അഞ്ചങ്ങാടി വളവിനെ സേഫ് ആക്കിക്കണ്ടി കാണുന്നത് കേട്ടോ. കംപ്ലീറ്റ് കല്ലടിച്ചിട്ട് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇവർ വഞ്ചി പിടിച്ചിരുന്നത് ആദ്യം. അപ്പോൾ കംപ്ലീറ്റ് കല്ലിട്ടിട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. വേണ്ടില്ലേ, ഇവിടുന്ന് അവിടം വരെ ഉള്ള കംപ്ലീറ്റ് ഭാഗങ്ങൾ. അഞ്ചങ്ങാടി വളവ്, ആ പള്ളിയല്ല, ആ കാണുന്ന വീടില്ലേ, അവിടുന്ന് മുതൽ ഇതാ ഇവിടം വരെ. ഇത് നമ്മളെ മറ്റേ പള്ളി, അന്ന് വെള്ളം ഇവിടെ കടൽ ഷോപ്പ് ഉണ്ടായപ്പോൾ പ്രത്യേകം എടുത്ത് കാണിച്ചിരുന്നു ഈ പള്ളി. ഇവിടെ റോട്ടിലേക്ക് വെള്ളം കയറിയുണ്ട്. അപ്പോൾ ആ ഭാഗമാണ്. അവിടെയൊക്കെ കംപ്ലീറ്റ് കല്ലിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയാണ് കല്ലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. ആകെ ഒരു വെള്ളക്കാരെ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരെയും കടലിൽ കാണുന്നൊന്നുമില്ല. 1 2 3 വെള്ളക്കാരെ കാണുന്നുണ്ട് ടോട്ടല്. നമ്മളുണ്ടേ വെളിച്ചെണ്ണപ്പടിക്ക് വന്നാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. കണ്ടില്ലേ, കടല് നല്ല കൂടുതലാണ്. നല്ല കൂടുതൽ വെച്ചാൽ നല്ല കൂടുതൽ. കടലിളകി മറിയണ്ട നമ്മളെ. അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്തത്, കരവീശിക്കാരും കാണാത്തത്. അപ്പം ഇന്നതാണ് ഇന്നത്തെ വിശേഷം. അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ട. ഓക്കെ, ബൈ ബൈ.